പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അടിമുടി സന്തോഷമുണ്ടാകണമെങ്കിൽ ഒന്ന് മാത്രം നാം ചെയ്താൽ മതി: നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ വാക്കിൻ്റെ പൊരുൾ എന്താണെന്നൊന്ന് തിരിച്ചറിയുക. ഞാൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുക. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴിയും ഇത് തന്നെയാണ്. പലരുടെയും ധാരണ സ്വർഗത്തിൽ പോകാൻ ഭയങ്കര പാടാണെന്ന്. ചുമ്മാതാണ് കേട്ടോ. ബൈബിൾ പറയുന്നു സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാ. അതെങ്ങനെ എളുപ്പമാകുന്നത്? അന്ത്യവിധിയിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. നമ്മൾ കൊടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനല്ലത്. ആ പാവപ്പെട്ട മനുഷ്യനിൽ വസിക്കുന്ന ക്രിസ്തുവിനാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്, അത് മുഴുവൻ എനിക്കാണ് കിട്ടിയത്. കയറി വരിക മകനെ, നിന്റെ കുറവുകളും പോരായ്മകളും ഒക്കെ മറന്നുകൊണ്ട് നിന്നെ ഞാൻ വിളിക്കുന്നു. നിന്റെ കുറവുകളിലേക്കല്ല ഞാൻ നോക്കുന്നത്, പരസ്നേഹ പ്രവൃത്തിയിലൂടെ നീ ദൈവസ്നേഹം പകർന്നു കൊടുത്ത നിന്റെ ആ പ്രവൃത്തി ഞാൻ കണ്ടു. അതിനാൽ വരിക, കടന്നു വരിക. കർത്താവിൻ്റെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളെന്നും എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്, എന്ത് പാടാണ്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. സ്വർഗത്തിൽ പോകാൻ വലിയ പാടൊന്നുമില്ല. നിസ്സാരമായിട്ട് നമ്മളാൽ കഴിയുന്ന നന്മ. പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം, മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവന് 10 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങിക്കാൻ സഹായിക്കുന്നു. ചിലപ്പോൾ ഒരു യാത്രയിൽ ഒരാൾക്ക് നമ്മളെ സഹയാത്രികനായി കൂട്ടിക്കൊണ്ടുപോയാൽ അതും ക്രിസ്തുവാണ് വരുന്നത്. അതുപോലെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് ചേർത്ത് പിടിക്കുന്നത്. തെരുവോരത്ത് സങ്കടപ്പെടുന്ന വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു പൊതി ആഹാരം കൊടുക്കാൻ, അങ്ങനെയൊക്കെ സാധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നടക്കുന്നത് സ്വർഗത്തിലേക്കാ. ഭൂമിയിൽ കാല് ചവിട്ടുന്ന നീ പരസ്നേഹ പ്രവൃത്തിയോടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നീ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ അങ്ങനെ പദവിയുള്ള ആരും അല്ല സ്വർഗത്തിൽ കയറുന്നത്. പരോപകാര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനിൽ ക്രിസ്തുവിനെ കണ്ട് സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അത് മറ്റൊരു സഹജീവിക്ക് അനുഗ്രഹമാക്കി തീരുമ്പോൾ സ്വർഗത്തിൽ ഉറപ്പായി നിന്റെ പേരെഴുതപ്പെടുന്നു. അങ്ങനെയാണ് അന്ത്യവിധിയിൽ അതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാം. അയാൾ കോട്ടയത്ത് ഉള്ള ജീസസ് ഫ്രണ്ട്സ് എന്ന ഒരു സംഘടന, അതൊരു വലിയ സംഘടനയാണോന്ന് ചോദിച്ചാലല്ല, എന്നാൽ അതിലുള്ള കുറച്ച് ആൾക്കാരെല്ലാം കൂടിയാണ് ഇത് നടത്തുന്നത്. ഇത് നമ്മുടെ പാലാരിവട്ടം BOCയിലാണ് നടത്തുന്നത്. നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇതുവരെ സ്ഥലം കിട്ടിയില്ലേ? നീ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം കണ്ടെത്താത്തത് കൊണ്ടാണ്. നിന്നെ ആരും വിളിച്ചില്ലേ ശുശ്രൂഷയ്ക്ക് വേണ്ടി? പേടിക്കൊന്നും വേണ്ട, നിന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിനക്ക് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ എനിക്കത് ചെയ്യണമെന്നുണ്ട്, ആരും എന്നെ കൂട്ടുന്നില്ല, ചേർത്ത് പിടിക്കുന്നില്ല. നിന്നെ ആരും ചേർത്ത് പിടിക്കുകയല്ല, നിന്നെ കർത്താവ് ചേർത്ത് പിടിക്കുമ്പോൾ നിന്നോട് ചേരാൻ ഒത്തിരി പേര് വരും. അങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ജീസസ് ഫ്രണ്ട്സ് ഒരുക്കുന്ന ആത്മായ സൗഹൃദ കൂട്ടായ്മ, മാർപ്പാപ്പയോടൊപ്പം പരിശുദ്ധ പിതാക്കന്മാരോടൊപ്പം ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒരു സെബാസ്റ്റ്യൻ അച്ഛനുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ ആധ്യാത്മിക പിതാവ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ജീവനും ജീവിതവും കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം പകർന്നു വെച്ച് കൊടുക്കുന്ന പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, അൻപില്ലത്തിൻ്റെ നടത്തുന്ന അച്ഛൻ, ഇപ്പോൾ കോയമ്പത്തൂർ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമുക്ക് അന്നത്തെ ദിവസം നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുതും വലുതുമായി നിങ്ങളിനി ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വേണ്ട, നിങ്ങൾ വാന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? പോരുക. അങ്ങനെ ചെയ്യുന്നവരുടെ നിരവധിയായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ കേട്ടാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു ശുശ്രൂഷകനായി മാറും. അത് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വരുന്ന 8-ാം തീയതിയാണ്, മറക്കല്ല കേട്ടോ. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെ. നിങ്ങൾക്ക് ഇനിയും രാവിലെ വരാൻ പറ്റില്ല, ഇച്ചിരി ലേറ്റ് ആയാലും നിങ്ങൾ വരണം. കാരണം അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ വരുന്നവരാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ പ്രസംഗിക്കാൻ കുറച്ച് പേരെ നിർത്തിയിട്ട് കേൾവിക്കാരായിട്ട് ആരെയും ഇരുത്തുന്നില്ല. വരുന്നവരിൽ നിന്ന് എല്ലാവരുടെയും പേരെഴുതി നറുക്കിട്ട് നമ്മൾ
ആൾക്കാരെ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കേൾക്കുവാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതിനുവേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പിതാക്കന്മാരോടൊപ്പം കത്തോലിക്ക സഭയുടെ മക്കളായി നമുക്ക് ഒന്നു ചേർന്ന് ദൈവത്തിന്റെ മഹത്വവും മനുഷ്യരുടെ നന്മയും നിറഞ്ഞു നിൽക്കുന്ന വലിയ സ്നേഹപ്രവൃത്തികൾക്കായിട്ട് ഒരുങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. കാരണം വ്യക്തിപരമായി എല്ലാവരെയും പോയി വിളിക്കാനൊക്കാത്തത് കൊണ്ട് ഈ വാട്സപ്പ് മെസ്സേജിലൂടെ ഒന്ന് വിളിച്ച് എല്ലാവരെയും ഒന്ന് അറിയിച്ച് കൂടുതൽ ആൾക്കാർ വരുവാൻ അതിനുവേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണം കേട്ടോ. കമൻറ്റൂടെ ഒക്കെ ഇടുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയാൽ ഞങ്ങൾക്കത് തിരുത്താൻ പറ്റുമല്ലോ. ആമേൻ.